ഹലോ ഡിയേഴ്സ്, നിധി ഗൗതമിൻ്റെ ഓൺ റിവ്യൂ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് എല്ലാവരും കണ്ടോ? ഏകദേശം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആയിരുന്നു അല്ലേ? അതെ, നമ്മുടെ നിധിയും ഗൗതമും രാത്രി കിടക്കുമ്പോൾ വഴക്കിലൂടെ കിടന്നുവെങ്കിലും രാവിലെ എണീറ്റപ്പോൾ ആ ഒരു സ്നേഹപ്രകടനം കണ്ടില്ലേ? പിന്നെ നമ്മുടെ വസുന്ധര തീരുമാനിക്കാൻ പോകുന്നുണ്ട് പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് നമ്മുടെ ശിവാനിയെ ഗൗതമിൻ്റെ കൂടെ കൂട്ടുന്നത് നടക്കുമോ? ഒരിക്കലും നടക്കില്ല. നമ്മുടെ ശിവാനി ഒരിക്കലും ഗൗതമിൻ്റെ കൂടെ അടുക്കാൻ നിധി സമ്മതിക്കില്ല. നിധി ആയിരിക്കും ഗൗതമിൻ്റെ പിന്നാലെ പോകുന്നത്. ഗൗതം അതിനൊട്ടും സമ്മതിക്കില്ല. പിന്നെ ചാൻസ് ഉള്ളത് വസുന്ധര 30 വർഷം മുമ്പുള്ള കഥ, ഇവിടെ ഞാനാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്, എൻ്റെ തീരുമാനമേ നടക്കുള്ളൂ എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഗൗതം അമ്മ പറയുന്നതാണ് ശരി, അമ്മയുടെ കൂടെ നിൽക്കണം, അമ്മ കരയുന്നത് എനിക്കിഷ്ടമല്ല, അമ്മയുടെ സന്തോഷമാണ് എൻ്റെ ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗൗതമിൻ്റെ മനസ്സ് അങ്ങോട്ട് ചാഞ്ഞു കഴിഞ്ഞാൽ ശിവാനിക്ക് ചാൻസ് ഉണ്ട്. ഒരു പക്ഷേ അങ്ങനെ ഇല്ലെങ്കിൽ നമ്മുടെ നിധിയാണ് ഗൗതം പ്രത്യക്ഷത്തിൽ നമ്മുടെ നിധിയെ സപ്പോർട്ട് ചെയ്യുന്നില്ല അല്ലേ, പരോക്ഷത്തിലാണ് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ അമ്മയുടെ മുമ്പിൽ, അതായത് വസുന്ധരയുടെയും പാറുവിൻ്റെയൊക്കെ മുമ്പിൽ നമ്മുടെ നിധിയെ താഴ്ത്തിയിട്ടാണ് നമ്മുടെ ഗൗതം സംസാരിക്കുന്നത്. ബെഡ്റൂമിൽ പോയാലോ, അങ്ങനെയല്ല ചക്കരെ, ഇങ്ങനെയാണ് ചക്കരെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ ഗൗതം സംസാരിക്കുന്നത് നിധിയെ. അപ്പം നിങ്ങൾക്കത് കണ്ടാൽ മനസ്സിലാവുമല്ലോ. അതേപോലെ തന്നെ ആയിരിക്കും നാളെ. പക്ഷേ ആ ഒരു തീരുമാനം നെഗറ്റീവായിട്ടായിരിക്കും നടക്കാൻ പോകുന്നത്. വസുന്ധരയുടെ തീരുമാനം നടക്കില്ല എന്നാണ് 100% എനിക്ക് ഉറപ്പുള്ളത്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ടേക്ക് കെയർ, ബൈ ബൈ.